നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പറയുന്നു. ഏതുതരം സെന്ററുകളിലേക്കാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മൾ അയക്കുന്നതെന്ന്, എന്തുതരം തെറാപ്പിയാണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ലഭിക്കുന്നതെന്ന്, തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ പോലും അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, സൈക്കോളജിസ്റ്റും ടുഗദർ വി ക്യാനിന്റെ സംഘാടകയുമായ സീമ ലാൽ, FACT ജീവനക്കാരനായ ശ്രീ സാംസൺ. സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ അവളിങ്ങനെ പലതും കേട്ടിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം പറയും, ഞാൻ ഇന്ന് അങ്കിളിനെ കണ്ടു. അങ്കിൾ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് സർ. മാതൃഭൂമി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഭിന്നശേഷിക്കാരായ ഓട്ടിസം ബാധിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളും അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത സങ്കടങ്ങളാണ്. ഇത്തരം കുട്ടികളെ നോക്കുന്ന കേന്ദ്രങ്ങൾക്കൊന്നും രജിസ്ട്രേഷനോ ലൈസൻസോ വേണ്ട, നടത്തുന്നവർക്ക് വിവരവും വേണ്ട, അകത്തെന്തു നടക്കുന്നു എന്നതിന് സുതാര്യതയില്ല, പറഞ്ഞു തരാൻ ഈ കുട്ടികൾക്കും കഴിവില്ല, ചോദിക്കുന്ന പണം കൊടുക്കണം, ബാക്കിയെല്ലാം സ്ഥാപനം തീരുമാനിക്കും. ഡോക്ടർ അഷീൽ, താങ്കൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷയാണ് നമുക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ഓട്ടിസം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓട്ടിസം എന്ന മേഖലയിൽ കാര്യമായിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ ഗവൺമെൻറ് തലത്തിൽ ഇത്രയും കാലവും ഉണ്ടായിരുന്നില്ല. ഈ സെൻറ്റേഴ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നേരെ ഈ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രോജക്റ്റ് ഓട്ടിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ അനുസരിച്ച് വേണം ചെയ്യുന്നത്. തീർച്ചയായും ഡോക്ടർ പി പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിക്കുന്ന ക്ലിനിക്കലായ മെഡിസിനലായ കാര്യങ്ങളാണ്. ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് നിയമപരമായി ഈ രംഗത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. തെറാപ്പി സെന്ററുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുക, അവയുടെ പ്രവർത്തനം നിരീക്ഷിക്കുക, നിരീക്ഷണ സമിതിയിൽ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുക, ശിശു സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തുക എന്നിങ്ങനെ പോകുന്നു ശുപാർശകൾ. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. ഓട്ടിസം സെൻ്ററിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഡേ കെയർ സെൻ്ററുകൾ, നമ്മുടെ ഡിഫറൻ്റ്ലി ചലഞ്ചറായിട്ടുള്ള കുട്ടികളുടെ സെൻ്ററുകൾ, മെൻ്റലി ചലഞ്ചറായ കുട്ടികളുടെ സെൻ്ററുകൾ, ഈ തരത്തിൽ കുട്ടികളെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏൽപ്പിച്ചു പോകുന്ന സകല സ്ഥലങ്ങളും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തുടങ്ങാനും നടത്താനും പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യവശാൽ നിലവിലുണ്ട്. അതിനൊരു കൃത്യമായ രജിസ്ട്രേഷൻ സംവിധാനങ്ങളോ അതിന് കൃത്യമായ മിനിമം സ്റ്റാൻഡേർഡ്സോ അത് പ്രിസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ മുകളിൽ അധര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇപ്പം ഇല്ല. ഇതുവരെ അങ്ങനെയൊന്നും നടന്നില്ല. അതിൽ ചെയ്യുന്ന കാര്യം ഈ ഡേ കെയറിൽ ഈ പ്രശ്നം വന്നപ്പോൾ നമ്മൾ CCTV വെക്കാൻ വേണ്ടി പറഞ്ഞു. മറ്റ് സെന്ററുകളൊക്കെ ഇപ്പോഴും പ്രശ്നമില്ലാതെ തുടരുകയാണ്. എന്താണ് ഇനിയിപ്പോൾ സർക്കാർ ചെയ്യാൻ പോകുന്നത്? അതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ RPWD ആക്ട്, പുതിയ ആക്ട് വന്നതിന് ശേഷം ആ ആക്ടിലും പറയുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ എന്ത് തരത്തിലുള്ള തെറാപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ആവശ്യമാണ്. അതിനുള്ള മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ ഈ മാസം തന്നെ 15, 16, 17 തീയതികൾ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ, മിനിമം സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് ഇന്റർനാഷണലി അവൈലബിൾ ആണ്. അതിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ മിനിമം സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുകയും ആ ഗൈഡ് ലൈൻസ് അധര ചെയ്യാത്തവരുടെ രജിസ്ട്രേഷൻ ഇല്ലാതാക്കി. സാധാരണ മാതാപിതാക്കൾ എൻ്റെ കാലശേഷം എൻ്റെ കുഞ്ഞുങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എന്നെപ്പോലുള്ള മാതാപിതാക്കൾ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ കുഞ്ഞുങ്ങൾ മരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ്. ഭിന്നശേഷിക്കാരായ മക്കൾക്കായി ജീവിതം മാറ്റിവെച്ചിട്ടും ഇളയ മകൾക്ക് സംഭവിച്ച ദുരന്തമാണ് സാംസനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. കൊച്ചി കളമശ്ശേരിയിലുള്ള സ്പെഷ്യൽ സ്കൂളിലേക്ക് രാവിലെ പോയ ലിയാമോൾ തിരികെ എത്തിയത് ചേതനയേറ്റാണ്. മോക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ ഇഡ്ഡലിയായിരുന്നു രാവിലെ. അപ്പോൾ ഭക്ഷണം കൊടുത്ത് സ്കൂളിൽ വാനിൽ തന്നെ പോയി കയറി. നമ്മൾ ആരെങ്കിലും കൂടെ പോയാൽ മതി, അത് നടക്കുന്ന കുട്ടിയായിരുന്നു. തന്നെ പോയി കയറുമായിരുന്നു സ്കൂൾ വാനിൽ. സാധാരണ പോലെ കുട്ടി തന്നെ വാഹനത്തിൽ കയറി പോകുന്ന കുട്ടിയായിരുന്നു. സാധാരണ പോലെ സ്കൂളിൽ പോയി ഏകദേശം ഒരു 11 മണിക്ക് ശേഷം പ്രിൻസിപ്പൽ വിളിച്ച് കുഞ്ഞിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ
ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവർ പറയുന്നത് കുട്ടി കുഴഞ്ഞിരിക്കുന്നത് കണ്ടു എന്ന് പറയും. ഡോക്ടേഴ്സ് പറഞ്ഞ് പൾസ് റേറ്റ്, ഹാർട്ട് ബീറ്റ്, മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല, വളരെ കുറവാണ് എന്നാണ് അവർ എന്നോട് പറയുന്നത്. പാലാരിവട്ടത്ത് എത്തിക്കഴിഞ്ഞപ്പോഴും നമുക്കപ്പോൾ എന്താണ് തീരുമാനം എടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. അത്തരത്തിൽ ഒരു ക്ഷീണിതനായിരുന്നുവെങ്കിൽ ഞാൻ രാവിലെ സ്കൂളിൽ വിടില്ല. കാരണം എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ 2 കുട്ടികൾ അന്ന് ഉണ്ടായിരുന്നു. അപ്പം ഒരു കുട്ടി വീട്ടിലുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു വയ്യാത്ത കണ്ടീഷനാണ്, ഒന്നെങ്കിൽ ഞാൻ ലീവ് എടുക്കും, ആരും ഇല്ലെങ്കിൽ വൈഫ് ലീവ് എടുക്കും, അല്ലെങ്കിൽ ഞാൻ ലീവ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സെർവൻറ്റ് ഇനി ആവശ്യമാണെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരിൽ നിൽക്കും. അതുപോലെ തന്നെ ഈ ഏകദേശം 7 കൊല്ലത്തോളമായി ലിയാമോൾ ഇപ്പോൾ ഈ മരണപ്പെട്ട കുട്ടി ആ സ്കൂളിൽ പോകുന്നു. കാരണം എൻ്റെ മൂത്ത കുട്ടി ഭിന്നശേഷിയായ കുട്ടി ആയതുകൊണ്ട് ആ കുട്ടീനെ ഞാൻ അവിടെ ആക്കുന്നുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും ആ ടീച്ചേഴ്സ് എന്നോട് ഡോക്ടേഴ്സ് ചോദിക്കുന്നു എന്താണ് കുട്ടിക്ക് സംഭവിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, കുഞ്ഞ് സ്കൂളിൽ പോയതാണ്, കാലത്ത് 9 മണിക്ക് സ്കൂളിൽ പോയ കുട്ടിയാണ്, 11 മണിക്കാണ് സംഭവിക്കുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം, ടീച്ചേഴ്സ് വെളിയിലുണ്ട്, പുറത്തിരിക്കുന്നുണ്ട്, അവരെ വിളിക്കാമെന്ന് പറയും. ഞാനും ടീച്ചേഴ്സും കൂടെ ഉള്ളിൽ കയറി ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ സിസ്റ്റേഴ്സ് ആക്ട് ചെയ്ത് കാണിക്കുമായിരുന്നു. ടീച്ചേഴ്സ് അതായത് കുട്ടിക്ക് ഇങ്ങനെ ഒന്ന് ഞെട്ടി കുഴഞ്ഞിരുന്നു എന്ന് അവർ ആക്ട് ചെയ്ത് കാണിക്കുമായിരുന്നു. അപ്പം ഞാനത് അത്രയും ആധികാരികമായി അവർ പറയുമ്പോൾ അതാണ് സത്യമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. അപ്പോൾ പിന്നീട് 1 മാസത്തിന് ശേഷം കൂടിയ PTA മീറ്റിങ്ങിൽ സെയിം ക്ലാസ് ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ പറയുന്നു 15 മിനിറ്റ് സമയം ഞാൻ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നില്ല, ലിയാമോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടിക്ക് എന്തോ അപകടം സംഭവിച്ചു. അതുപോലെ തന്നെ അവർ CP ചെയർ എന്ന് പറയുന്ന ചെയറിലിരുത്തി കുട്ടീനെ ബന്ധനസ്ഥനാക്കിയിരുന്നു എന്ന് പറയുന്നു. CP ചെയർ എന്ന് പറഞ്ഞാൽ സെർബ്രൽ പാൾസി കുട്ടികൾക്ക് ഇരുത്തേണ്ട ചെയറാണ്. എൻ്റെ കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റിയായ കുട്ടിയാണ്, 11 വയസ്സുള്ള കുട്ടിയാണ്, ഏത് സ്ഥലത്തും കയറി ഇറങ്ങി നടക്കുന്ന കുട്ടിയാണ്. ആ കുട്ടീനെ ഇവർ ചെയറിൽ ബെൽറ്റ് ചെയ്ത് ഇരുത്തിയിട്ട് പോയി എന്ന് പറയുമ്പോൾ ആ കുട്ടി ഒന്നെങ്കിൽ മുന്നിലേക്ക് മറിഞ്ഞു വീഴാം, അല്ലെങ്കിൽ പിന്നിലേക്ക് മറിഞ്ഞു വീഴാം. സീമലാൽ, ഇപ്പോൾ ഈ മേഖലയിൽ നിന്നുകൊണ്ട് കുറേ കാലമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഹൈക്കോടതിയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് പോവുകയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞു മെയ് 2-ാം തീയതി. ആവശ്യം ഇത്രയേ ഉള്ളൂ. ബാലാവകാശ കമ്മീഷനിലൊരു റെക്കമെൻഡേഷൻ ഓൾറെഡി പാസ്സായി കഴിഞ്ഞതായിരുന്നു. അത് August 8, 2016 പാസ്സായി. അത് ഞങ്ങൾ 2015 ഏപ്രിലിൽ കൊടുത്ത പെറ്റിഷനിൽ ഒരു 1.5 years അന്വേഷണമൊക്കെ ചെയ്ത് ഒരുപാട് ഈ മേഖലയിൽ മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അന്വേഷിച്ചതിന് ശേഷം ഇറക്കിയ റെക്കമെൻഡേഷനാണ്. ഈ ഓർഡർ ഒന്ന് അത് നടപ്പിലാക്കണം. പേരൻസിന് ഇപ്പം ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ എവിടെ പോകണമെന്ന് പോലും അറിഞ്ഞൂടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ വിഷയം മാതൃഭൂമി ന്യൂസ് ഇങ്ങനെ പുറത്തുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഓട്ടിസവും സെർബ്രൽ പാൾസിയും ഒക്കെ ബാധിച്ച കുട്ടികളുടെ പരിചരണം, ആ പരിചരണം ത്യാഗപൂർണ്ണമായി ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ മാത്രം അത് തുടങ്ങിയാൽ മതി. അതല്ലാതെ അത്തരം കുട്ടികളെ രക്ഷിതാക്കളിൽ നിന്ന് ഫീസ് മേടിച്ചിട്ട് കൊണ്ടുവരിക, എന്നിട്ട് ശുശ്രൂഷിക്കാനെന്ന് പറഞ്ഞ് ഈ സ്ഥാപനത്തിനകത്ത് വല്ല രീതിയിലും പീഡിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവും. അതായത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർ മാത്രം ഈ രംഗത്തേക്ക് വന്നാൽ മതി എന്ന് ഒരു സർക്കാർ പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു മാതൃകാപരമായ ഒരു സെൻറ്റർ നടത്തി കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സെൻറ്റർ ഇല്ല. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിലവിലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് നൽകാനും ബഹുമാനപ്പെട്ട മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, സംസ്ഥാനത്ത് എത്ര സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ കണക്ക് പോലും നമുക്ക് നിലവിലില്ല, കയ്യിലില്ല. അതെടുക്കാൻ വേണ്ടി തുടങ്ങുമോ? അതാണ് ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തനുസരിച്ച് ഏകദേശം 200-ൻ്റെ അടുത്ത് സെൻറ്റേഴ്സാണ് നമുക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാരുടെ പലരും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 200 സെൻറ്റേഴ്സാണ് ഉള്ളത്. ഒരു പക്ഷേ അത് അണ്ടർ എസ്റ്റിമേഷൻ ആയിരിക്കാം, കൂടുതൽ സെൻറ്റേഴ്സ് അതിൻ്റെ അകത്ത് ഉണ്ടായേക്കാം. പക്ഷേ രജിസ്ട്രേഷൻ നേരത്തെ സൂചിപ്പിച്ച രജിസ്ട്രേഷൻ സംവിധാനത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ നമ്പർ ഇല്ല. പക്ഷേ ഈ നമ്പർ എടുത്തതിന് ശേഷം ഇപ്പം നടക്കാൻ പോകുന്ന പരിപാടികൾ പറയാം. ഒന്ന്, ഇതിന് ഏതൊക്കെ സെൻറ്റേഴ്സാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളതിനെ കണക്കെടുക്കുന്നു. 2, മിനിമം സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. 3, ഈ മിനിമം സ്റ്റാൻഡേർഡ്സ് അധർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അധർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അധർ ചെയ്യാത്ത സ്ഥാപനം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൽ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ അവർ വരേണ്ടതെന്നുള്ള കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നു. പുതിയ ആക്ടിൻ്റെ ബലം കൂടി നമുക്ക് വരുമ്പോൾ ഇത് കൃത്യമായി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നത്. 2016-17 അഡ്മിഷൻ സമയത്ത് എൻ്റെ കുട്ടിക്കും ആ സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെല്ലുകയും അഡ്മിഷൻ സമയത്ത് അവരൊരു ഫോം എനിക്ക് നൽകി. ആ ഫോമിനകത്ത് എഴുതിയിരിക്കുന്ന കുട്ടിക്ക് വരാമാകുന്ന എല്ലാ അസുഖങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാം. കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാം. ഈ സ്കൂളിൻ്റെ പരിമിതികളും
എനിക്ക് വ്യക്തമായി അറിയാം എന്ന് പറഞ്ഞ് കുട്ടിയുടെ അച്ഛനും അമ്മയും ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു ഫോമാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. കാരണം വളരെ വേദന തോന്നി എനിക്കത് ആ സമയത്ത്. കാരണം ഞങ്ങളെപ്പോലുള്ള പേരൻസ് വളരെ വിഷമിച്ച് ഒരാളോട് ഒരു വാക്ക് പോലും പറയാനില്ലാതെ നമ്മൾ അവരുടെ ഭാഗത്തു നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഒരു മറുവാക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ ഈ ഫോം ഒപ്പിട്ട് കൊടുക്കുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ കുട്ടിയെ ഞാൻ അവിടെ ഈ ഫോം ഒപ്പിട്ട് കൊടുത്ത് വിട്ടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നത്, നിങ്ങളുടെ കുട്ടീനെ ഇങ്ങോട്ട് അയക്കൂ, ഞങ്ങൾ വേണമെങ്കിൽ പെട്ടിയിലാക്കി തരാം എന്ന ഒരു ധാർഷ്ട്യം അതിൽ ഞാൻ കണ്ടെത്തുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും അൺട്രെയിൻഡ് ആയിട്ട് വളരെ ചെറിയ കോഴ്സുകൾ എവിടെയെങ്കിലും പഠിച്ച് പലപ്പോഴും കോഴ്സ് പഠിക്കാത്തവർ ഒരു ഷട്ടറിട്ട മുറികൾക്കകത്തോ അങ്ങനെയെല്ലാം ഫംഗ്ഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മിക്കവാറും സ്ഥാപനങ്ങൾ. ക്വാളിഫൈഡ് അല്ലാത്തവർ മാത്രമല്ല, ഈ ക്വാക്സ് ആയിട്ടുള്ളവർ മാത്രമല്ല ഈ മിസ്ലീഡ് ചെയ്യണ പേരൻസിനെ. ഞാൻ പറയുന്ന പ്രത്യേകിച്ച് എറണാകുളത്തെ കാര്യമാണ്, കൊച്ചി. അവിടെ ഒരുപാട് സെൻറ്റേഴ്സ്, ഇൻഫാക്റ്റ് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രത്യേകിച്ചും ഓക്യുപ്പേഷണൽ തെറപ്പി നടക്കുന്ന സെൻറ്റേഴ്സിൽ നിന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അറിഞ്ഞൂടാത്ത ആൾക്കാരല്ല ഇത് ചെയ്യണേ എന്നുള്ളതാണ് കൂടുതൽ ഷോക്കിംഗ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഞാൻ പഠിച്ച പാസ്സാകുമ്പം ഓട്ടിസം ഒരു സെൻറ്റൻസേ ഉള്ളൂ എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ. ഐ ഡോണ്ട് നോ, ഞാൻ ഇറങ്ങി വരുമ്പോൾ ഓട്ടിസം അധികം ഇല്ല. 1 in 1000 ആയിരുന്നു ഞാൻ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, 1 in 68 ആണ് ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയണത്. അപ്പോൾ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്സിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. OT ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നോക്കുമ്പോൾ സ്ക്രിബിൾ ചെയ്തിരിക്കുകയാണ്, ബെയർ വാക്കിംഗ്, എന്താണ് വാം സംതിങ് ബ്ലാങ്കറ്റിലിട്ട് ഇങ്ങനെ റോൾ ചെയ്യണം. ദിസ് ഇസ് ഡീഫോൾട്ട് ഫോർ ഓൾ ചിൽഡ്രൻ. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ചെയ്യണമെന്ന് അറിയാം. അതറിയില്ല ചെയ്യണം, നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിൽ ചെയ്യണമെന്ന് ഒരു ഷീറ്റിലിട്ട് ഇങ്ങനെ ഉരുട്ടിയാൽ മതി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബുക്സ് കണ്ടു, ഫ്രം ക്വാളിഫൈഡ് RCI സർട്ടിഫൈഡ് പീപ്പിൾ. ഡിഫറൻസ് ബിറ്റ്വീൻ സീബ്ര ആൻഡ് ലയൺ. വൈ? ആ കുട്ടി എപ്പോഴാണ് സീബ്രയും ലയണിനെയും ഏതെങ്കിലും കാലത്ത് കാണാൻ പോകുന്നത്? എന്നാൽ കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ്ങും ഇല്ല, വെള്ളമൊന്നും പറയാൻ അറിയില്ല. ആൻഡ് ബട്ട് യുവർ IEP ഇസ് A എഴുതൂ, B എഴുതൂ. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി എണ്ണം കൂടുന്നതായിട്ട് നമുക്ക് പൊതുവെ തോന്നുന്നു. അതും ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിലെ യാഥാർത്ഥ്യം? കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കിയാൽ കൂടുന്നുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് എന്താണ്? ആ കുട്ടിക്ക് ഓട്ടിസം ആണോ, അതല്ല മെൻ്റലി ചലഞ്ചഡ് ആണോ, ലേണിംഗ് ഡിസബിലിറ്റി ആണോ? ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കാനുള്ള എത്ര സാഹചര്യം? അത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം. അതായത് ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഒരു വശത്ത്, ലേണിംഗ് ഡിസബിലിറ്റി, അതുപോലെ ഇൻ്റലക്ച്വൽ ചലഞ്ച് കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യുന്നത് ഒരു നല്ല സ്കിൽഡ് ജോബാണ്, അത്ര എളുപ്പത്തിൽ പറ്റുന്നതല്ല. അപ്പോൾ ഓട്ടിസം പലപ്പോഴും ഓട്ടിസം സെൻറ്ററുകളോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ചലഞ്ച് കുട്ടികൾ നടത്തുന്ന സെൻറ്ററോ ഇത് എല്ലാ കാറ്റഗറി, സെറിബ്രൽ പാൾസി അടക്കം ഉൾപ്പെടെയുള്ള കാറ്റഗറി ഒരുമിച്ചാണ് പരിശീലിപ്പിക്കുന്നത്. നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സെറിബ്രൽ പാൾസിക്ക് വേണ്ട ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. CP ചെയർ സെറിബ്രൽ പാൾസിയുള്ള കുട്ടിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ ഒരു ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ അപകടം ഉറപ്പാണ്. അത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണത്. സർക്കാർ നിൽക്കുന്നത് ഇത്തരം കുട്ടികളുടെ കൂടെ തന്നെയാണ്, അവരുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെയാണ്. എൻ്റെ കുട്ടി മരണപ്പെട്ടു, ഇനി അത് തിരിച്ചു വരില്ല. പക്ഷേ ഈ സമൂഹത്തിൽ ഇനി ഒരുപാട് കുട്ടികളും ഒരുപാട് മാതാപിതാക്കളും ഈ നാളെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും ഒരു ഭാഗത്തുനിന്നോ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസുമായി മുന്നേറുന്നത്. കാരണം എൻ്റെ കുട്ടി ഇനി തിരിച്ചു വരില്ല 100% എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കുട്ടിക്ക് ഇനി ഒരു നീതി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേലിലെങ്കിലും നാളെ വരുന്ന അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇനി ഒരു സ്കൂളിലും ഇങ്ങനെ ഒരു മാതാവിനും ഒരു പിതാവിനും ഒരു ദുരനുഭവം ഉണ്ടാകാതെ. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹൈക്കോടതിയിലൊരു കേസ് നിലനിൽക്കുന്നുണ്ട്, പിന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലൊരു കേസ് നിൽക്കുന്നുണ്ട്. 5 മാസമായിട്ടും പോലീസുകാരൊന്നും എന്തൊക്കെയോ അന്വേഷിച്ചു. അവരിങ്ങനെ അത് എവിഡൻസുകളൊക്കെ തീരെ എല്ലാ രീതിയിലും നശിക്കട്ടെ എന്ന്, കാരണം 1.5 കൊല്ലമായിരുന്നു. അപ്പോൾ നശിക്കുന്ന രീതിയിൽ അവർ നിൽക്കുകയാണ്. അന്വേഷണം ഒന്നും ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നതായിട്ട് ഞാൻ കരുതുന്നുമില്ല.